മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആര് സുബഹി ജമാഅത്തായി നിർവഹിക്കുന്നുവോ, ജമാഅത്തായി കൊണ്ടൊരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്. അതായത് റബ്ബിന്റെ ഹിഫ്ള് അവന് കിട്ടും. റഹ്മാനായ റബ്ബിന് ആ മനുഷ്യനെ പിന്നെ കൈവടിയില്ല. അവന് സമ്പൂർണമായ കാവലുണ്ടാകും, സംരക്ഷണമുണ്ടാകും, പ്രൊട്ടക്ഷൻ ഉണ്ടാകും, അവന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടാകും. മാത്രമല്ല, ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ തൊട്ടാൽ, അങ്ങനെ സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ഖവിയായ മുഅ്മിനായ ഒരു മനുഷ്യനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവനെതിരെ നിയമ നടപടിയെടുത്ത് പരലോക കോടതിയിൽ പ്രത്യേക ശിക്ഷ നൽകി പ്രതികാര നടപടിയെടുക്കാൻ അല്ലാഹു ഏറ്റിരിക്കുകയാണ് എന്നാണ്. അത്രക്കും അവന് പ്രാധാന്യമാണ്, പ്രത്യേകതയാണ് സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അവരെ ദ്രോഹിക്കുന്നവർക്ക് പ്രത്യേക ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് ആ മനുഷ്യന് റബ്ബ് നൽകുന്ന ഇക്റാം, ആദരവെന്ന് ഞാനും നിങ്ങളും വളരെ കാര്യഗൗരവത്തോടെ മനസ്സിലാക്കണം.